തിരികെ പോകുമ്പോൾ നവമയുടെ മുഖം വീർത്ത് കെട്ടിയിരുന്നു. നവമി, നിനക്ക് നാളെ പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്തെങ്കിലും വാങ്ങാനോ മറ്റോ ഉണ്ടോ? എങ്കിൽ പോകും വഴി വാങ്ങിയിട്ട് പോകാം. എനിക്കൊന്നും വേണ്ട പറഞ്ഞിട്ട് വീണ്ടും മുഖം വീർപ്പിച്ച് പുറത്തേക്ക് നോക്കിയിരുന്ന പെണ്ണ് കാര്യം എന്തെന്ന് മനസ്സിലാക്കാതെ ഇടയ്ക്കിടെ അവൾ നോക്കിയിരുന്നു. ജിത്തു, എടീ ഇവിടെ നോക്ക്. ജിത്തു നവമി ശബ്ദമുയർത്തി വിളിച്ചതും പെണ്ണ് പേരുടെ നേരെയിരുന്നു. നവമി, ഇവിടെ ഇവിടെ എൻ്റെ മുഖത്ത് നോക്ക്. ജിത്തു അതേ ടോണിൽ തന്നെ പറഞ്ഞതും നവമി പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദേഷ്യം നിറഞ്ഞ മുഖം കാണി അവൾ മുഖം കുനിച്ചു. നിനക്കെന്താ പെട്ടെന്നൊരു മാറ്റം? അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. എന്താ നിന്റെ പ്രശ്നം? ജിത്തു കാർ ഒതുക്കി നിർത്തിയിട്ട് നവമിയെ നോക്കി. മുഖത്ത് നോക്കൂ നവമി, ജിത്തു ഗൗരവത്തോടെ പറഞ്ഞു. നവമി പേടിയുടെ വിറയ്ക്കുന്ന വിരൽ ഷോളിൽ തേടി പിടിപ്പിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. പറയൂ, എന്തിനാ സങ്കടം? അവൻ ആ വിടർന്ന പീലി നിറഞ്ഞ നനവുള്ള കണ്ണുകൾ നോക്കി ചോദിച്ചു. എന്നിന്ന് തറവാട്ടിൽ വെച്ച് എന്താ വിളിച്ചേ? വിങ്ങിക്കരഞ്ഞുകൊണ്ടാണ് ചോദ്യം. ഞാനെന്ത് വിളിച്ചു? ആലോചനയുടെ ജിത്തു അവളെ നോക്കി. കണ്ണാന്ന് വിളിച്ചില്ലേ? ആ അതാണോ? അത് തന്നെ. ഇത്രയും ദിവസം ജിത്തേട്ടൻ എന്നെ അങ്ങനെ വിളിച്ചിരുന്നത് മറന്നുപോയെന്നാ ഞാൻ വിചാരിച്ചേ. കുനിഞ്ഞിരുന്ന മുഖത്തെ കണ്ണുനീര് തുടച്ചുകൊണ്ട് നവമി പറഞ്ഞു. മറന്നിട്ടൊന്നുമല്ല നവമി, നീ ഇപ്പോൾ വലിയ കുട്ടിയായില്ലേ. നീ പൊടിക്കുഞ്ഞായിരുന്നപ്പോൾ അല്ലേ ഞാൻ കണ്ണാന്ന് വിളിച്ചിരുന്നത്. ഇനി അതൊന്നും സെറ്റാവില്ല. അതുകൊണ്ട് കണ്ണൊക്കെ തുടച്ച് നല്ല കുട്ടിയായിരുന്നേ. നമുക്ക് നാളെ കൊണ്ടുപോകാനുള്ളതൊക്കെ വല്ലതും വേണമെങ്കിൽ വാങ്ങാം, വാ, ജിത്തു പറഞ്ഞു. വേണ്ട ചിത്തേട്ടാ, ഇപ്പം ആവശ്യമുള്ളതൊക്കെ ഉണ്ട്, ഇനി പിന്നെ വാങ്ങാം, നവമി മടിയോടെ പറഞ്ഞു. എന്നാ പോയാലോ? ജിത്തു ചോദിച്ചു. നവമി മൂടിയതും ജിത്തു കാർ മുന്നോട്ട് ഓടിച്ചു പോയി. ഹോട്ടൽ ആസാദിലെത്തിയിട്ടാണ് പിന്നെ ജിത്തു കാർ നിർത്തിയത്. നിനക്ക് എന്താ നവമി കഴിക്കാൻ? ഗൗരവത്തോടെ ജിത്തു ചോദിച്ചു. ബിരിയാണി മതി. അതുപോലെ തന്നെ മുഖത്തൊരു സന്തോഷവുമില്ലാതെ നവമി പറഞ്ഞു. ഇതെന്താ ബാക്കി വെച്ചിരിക്കുന്നത്? മുഴുവൻ കഴിക്കുക. ജിത്തു കുറച്ചുകൂടെ അവളെ പ്ലേറ്റിൽ വെച്ച് കൊടുത്തു. മതി ജിത്തേട്ടാ, വയറ് നിറഞ്ഞു. ഐസ്ക്രീം വേണോ? ജ്യൂസ് വേണോ? ജിത്തു നവമിയെ നോക്കി. എനിക്ക് ഐസ്ക്രീം മതി. ജിത്തു അവൾക്ക് ചോക്കോ ബാർ വാങ്ങിക്കൊടുത്തു. അതും കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചത്. ഇന്ന് എത്ര ഐസ്ക്രീം കഴിച്ചെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ നവമി? കുറേ കഴിച്ചു. നവമി പതിയെ ചിരിച്ചു. പണ്ട് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഞാൻ ചോദിക്കുന്ന അത്രയും ഐസ്ക്രീം വാങ്ങിച്ചു തരും. അമ്മ കണ്ണ് പൊട്ടും പോലെ അച്ഛൻ വഴക്ക് പറയും. പക്ഷേ അച്ഛൻ ഒന്നും മൈൻഡ് ചെയ്യൂല. ഇന്നെനിക്ക് അച്ഛയുടെ കൂടെ പുറത്തു പോയതുപോലെ തോന്നി. പറയുമ്പോൾ ചുണ്ടിൽ ചിരിയാണെങ്കിലും ആ കണ്ണുകൾ കലങ്ങിയിരുന്നു. വീടെത്തുവോളം പിന്നെ രണ്ടാളും ഒന്നും മിണ്ടിയില്ല. ഓരോ ചിന്തകളിൽ മുഴുകിയിരുന്നു. ജിത്തേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കൊണ്ടുപോകാനുള്ളതൊക്കെ വലിയ ട്രോളി ബാഗിൽ എടുത്തു വെക്കുമ്പോൾ നവമി ജിത്തുവിനോട് ചോദിച്ചു. ചോദിക്ക്. വഴക്ക് പറയോ? വഴക്ക് പറയാനുള്ളതാണ് നീ പറയുന്നതെങ്കിൽ ഞാൻ പറയും. എന്നാ വേണ്ട, ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ എന്തോ തല്ലുകൊളുത്തരാണ് അല്ലേ? നവമി ഒന്നും മിണ്ടാതെ അവളുടെ മേക്കപ്പ് സാധനങ്ങൾ അടങ്ങിയ ബാഗ് എടുത്ത് വെച്ചു. നവമി, എന്താ ചോദിക്കാനുള്ളത്? ജിത്തു വീണ്ടും ചോദിച്ചു. വഴക്ക് പറയില്ലേ ജിത്തേട്ടാ? ഇല്ല, നീ ചോദിക്ക്. എന്നെ ഒരിക്കലും കണ്ണാന്ന് വിളിക്കൂലേ? അതെന്തിനാ? കണ്ണൻ. നവമി നല്ല പേരല്ലേ? പിന്നെ കണ്ണാന്ന് പണ്ട് ഞാൻ വിളിക്കുന്നത് നീ കുഞ്ഞായപ്പോൾ ഞാൻ കൊഞ്ചിച്ച് വിളിച്ചതല്ലേ? ജിത്തു പറയുന്നത് കേൾക്കെ നവമിക്ക് എന്തിനോ സങ്കടം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും മിണ്ടാതെ എല്ലാം മുതുക്കി വെച്ചവൾ അവൻ്റെ ബാഗ് എടുക്കാൻ സഹായിച്ചു. കഴിച്ചിട്ട് നേരത്തെ കിടന്നു നവമി. വെളുപ്പിനെ ഇവിടുന്ന് ഇറങ്ങണം. കാറിലാണ് പോകുന്നത്. നവമി മൂളിക്കൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. പിന്നെ ഫോൺ എടുത്ത് അതുകൊണ്ട് മെല്ലെ ബെഡിലേക്ക് ചാഞ്ഞു. നവമി, എന്താ ഇപ്പോൾ കിടക്കുന്നത്? എഴുന്നേറ്റ് ഫുഡ് കഴിക്കാൻ വാ. വേണ്ട ചിത്തേട്ടാ, എനിക്ക് വിശപ്പില്ല. അതെന്താ വിശപ്പില്ലാത്തത്? നീ വൈകിട്ട് ചായ കുടിച്ചില്ലല്ലോ. വേണ്ടാത്തോണ്ട ചിത്തേട്ടാ, വയർ നിറഞ്ഞിരിക്കും പോലെ. നവമി വയറിൽ തടവിക്കൊണ്ട് ജിത്തുവിനോട് പറഞ്ഞു. പറ്റില്ല, എന്തെങ്കിലും ഇത്തിരി കഴിക്കും. മര്യാദയ്ക്ക് എഴുന്നേറ്റ് വാ. ഇല്ലെങ്കിൽ അറിയാലോ, ഞാൻ വിളമ്പുന്നത് മുഴുവൻ നിന്നെക്കൊണ്ട് കഴിപ്പിക്കും. വേണോ അത്? ജിത്തു കലിപ്പിലായി. വേണ്ട, ഞാൻ വരാം, പക്ഷെ ഇത്തിരി മതി. മതി, നവമി പറഞ്ഞതും ജിത്തു സമ്മതിച്ചു. താഴെ എല്ലാവരും ഇരുന്നതും രാധ ചേച്ചി കിച്ചണിൽ നിൽക്കുന്ന ചേച്ചി ഫുഡ് വിളമ്പി ചപ്പാത്തി കണ്ടും നവമിയുടെ മുഖം മങ്ങി. അവൾക്കത് ഇഷ്ടം മറന്ന് ജിത്തുവിനറിയാമായിരുന്നു. ചേച്ചി, വേറൊന്നില്ലേ കഴിക്കാൻ? നവമി ചപ്പാത്തി കഴിക്കില്ല. ജിത്തു രാധ ചേച്ചിയോട് ചോദിച്ചു. അയ്യോ, എനിക്കറിയില്ലായിരുന്നു. മോള് ഇരിക്ക്, ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കി തരാം. രാധ ചേച്ചി കിച്ചണിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അവർ വേഗം 2 ദോശ ഉണ്ടാക്കി നവമിക്ക് കൊണ്ടുവന്നു കൊടുത്തു. ചേച്ചി, ഒരെണ്ണം കൂടെ, ജിത്തു വിളിച്ചു പറഞ്ഞു. വേണ്ട വേണ്ട ജിത്തേട്ടാ, എൻ്റെ വയറ് പൊട്ടിപ്പോകും. നവമി പാവം പോലെ നിഷ്കളങ്കമായ മുഖത്തോടെ ജിത്തുവിനെ നോക്കി. അവനൊന്നും മോളി. ജിത്തു, ഇവിടെ ഓരോരുത്തർക്ക് ഓരോന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഉള്ളത് എന്താണോ അത് കഴിക്കണം. അല്ലാതെ നീ ഇവിടെ കൂടുതൽ കൊഞ്ചിക്കാൻ നിൽക്കരുത്. നവമി കഴിച്ച പ്ലേറ്റും എടുത്ത് എഴുന്നേറ്റതും കാർത്തിക ജിത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി പൊട്ടിത്തെറിച്ചു. അതെന്താ കൊഞ്ചിച്ചാൽ? ഞാൻ മാത്രമല്ല, അമ്മയ്ക്കും കൊഞ്ചിക്കാം. ഒന്ന് അമ്മയുടെ ഇളയ സഹോദരൻ മകളാണെന്ന് കരുതി കണ്ട് അവളൊരു ചെറിയ കുട്ടിയാണ്.
കാർത്തിക പറയുന്ന കേട്ട് ആകെ വിഷമിച്ച് മുകളിലേക്ക് കയറിപ്പോയിരുന്നു നവമി. കഷ്ടം തന്നെ, കാത്തു പറയാതെ വയ്യ നിന്റെ സ്വഭാവം. മുഷിച്ചിലൂടെ പറഞ്ഞിട്ട് ആദിത്യൻ എഴുന്നേറ്റ് പോയി. ദീപ്തി ചിരി അടക്കി പിടിച്ചിരുന്നു. അഭി ഒന്നും മിണ്ടാതെ എഴുന്നേറ്റും. ജിത്ത് റൂമിൽ ചെല്ലുമ്പോൾ നവമി കിടന്നിരുന്നു. തലയിലൂടെ മൂടി പൊതിഞ്ഞു കിടപ്പുണ്ട്. ജിത്തു ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ നേരത്തെ കിടന്നതുപോലെ തന്നെ കിടപ്പുണ്ട്. നവമി ജിത്തു ഒരു സിഗരറ്റും എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. പിന്നെ എപ്പോഴോ അവിടെ സോപാനത്തിലിരുന്നു. ജിത്തേട്ടാ, ജിത്തേട്ടാ, നവമി വിളിക്കുന്നുണ്ട്. ജിത്തു കണ്ണ് തുറന്ന് അവളെവിടെ? എൻ്റെ കണ്ണൻ. ഒന്നും കാണാൻ വയ്യ. മഞ്ഞ് മൂടിപ്പോയതുപോലെ ചുറ്റിനും നോക്കി. ഇല്ല, കാണുന്നില്ല. ജിത്തേട്ടാ, അങ്ങ് ദൂരെ എവിടെയോ നിന്ന് വീണ്ടും അവൾ വിളിക്കുന്നുണ്ട്. ജിത്തേട്ടാ, ജിത്തേട്ടാ. എന്തിനാ ഇവിടെ കിടക്കുന്നേ? എഴുന്നേറ്റ് വാ, മഴ പെയ്യുന്നത് അറിഞ്ഞില്ലേ? നവമി തട്ടി വിളിച്ചപ്പോഴാണ് ജിത്തു ഞെട്ടി ഉണർന്നത്. സോപാനത്തിൽ ചാരി ഓരോന്നും ഓർത്തിരുന്നുകൊണ്ട് ഓർമ്മയുണ്ട്. പിന്നെ എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു. നീ ഉറങ്ങിയില്ലേ നവമി? ഇല്ല, ഉറക്കം വന്നില്ല. കുറേ നേരം നോക്കിയിട്ടും ജിത്തേട്ടനെ കാണാതെ വന്ന് നോക്കിയതാ ഞാൻ. മഴ പെയ്ത് അറിഞ്ഞില്ലേ? ഇല്ലടാ, ഇത്തിരി ഒന്ന് മയങ്ങിപ്പോയി. ഇപ്പോൾ സമയം എന്തായി? ബാൽക്കണി ഡോർ അടച്ച മുറിയിലേക്ക് കയറിക്കൊണ്ട് ജിത്തു ചോദിച്ചു. 11 ബെഡിലേക്ക് കിടന്നുകൊണ്ട് നവമി പറഞ്ഞു. പിന്നെ ഇരുവരും നേരത്തെ ഉണരണം എന്നൊരു ചിന്തയുടെ ഉറക്കം കാത്തു കിടന്നു. വെളുപ്പിന് 4 മണിക്ക് അലാറം അടിക്കുന്ന കേട്ടാണ് ജിത്തു ഉണർന്നത്. കൈയെത്തിച്ച് അലാറം ഓഫാക്കി വെച്ചിട്ട് അവൻ നവമിയെ നോക്കി. യാതൊരു അനക്കവുമില്ലാതെ തൻ്റെ അരികെ പറ്റിച്ചേർന്ന് മൂടി പൊതിച്ച് കിടപ്പുണ്ടാൾ. ചെരിഞ്ഞുകൊണ്ട് ചുരുണ്ടുകൂടി തലയൊക്കെ പൊതിഞ്ഞ് മൂക്കും കണ്ണും മാത്രമേ പുറത്ത് കാണാനുള്ളൂ. കിടപ്പ് കാണി അവന് ചിരിയോടൊപ്പം വാത്സല്യം തോന്നി അവളോട്. എൻ്റെ കണ്ണ, എന്തൊരു കിടപ്പാടിത്. ആരെങ്കിലും പൊക്കിക്കൊണ്ടു പോയാൽ പോലും നീ അറിയില്ലല്ലോ. ചിരിയോടെ സ്വയം പറഞ്ഞിട്ട് ജിത്തു എഴുന്നേറ്റിരുന്നു. കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തു. നവമി, നവമി, എഴുന്നേറ്റേ, പോകണ്ടേ? ജിത്തു നവമിയെ തട്ടി വിളിച്ചു. പോ ഗൗരി, എനിക്ക് ഉറക്കണം. തിരിഞ്ഞു കിടന്ന ഷീറ്റ് വലിച്ചു മൂടി അവൾ ഗൗരി വിളിക്കുവാണ് എന്നാണ് പെണ്ണ് വിചാരിക്കുന്നത്. ജിത്തു ഒരു ചിരിയോടെ അവളെ വിളിച്ചു. നവമി മോളെ, എഴുന്നേൽക്ക്, പോവണ്ടേ? നമുക്ക് വേഗം എഴുന്നേറ്റ് വാ. ജിത്തേടൻ ഫ്രഷായി വരുമ്പോൾ എഴുന്നേറ്റിരിക്കണേ പറഞ്ഞിട്ട് ജിത്തു ഫ്രഷ് ആവാൻ ബാത്റൂമിൽ കയറി. തിരികെ വരുമ്പോഴും നവമി എഴുന്നേറ്റതേയില്ല. ഈശ്വര, ഇതിനെ ഉണർത്തിയെടുത്ത് ഞാൻ എപ്പോൾ പോകാനാണ്? സ്വയം പറഞ്ഞിട്ട് ജിത്തു ഡ്രസ്സൊക്കെ മാറി. പിന്നെ ബാഗൊക്കെ എടുത്ത് കാറിൽ കൊണ്ടുപോയി വെച്ചു. അവൾ ഇട്ടുകൊണ്ട് പോകാൻ എടുത്തു വെച്ചിരുന്ന കുട്ടി ട്രൗസറും ഒരു കുഞ്ഞു ടീഷർട്ടും ഇന്നറുമൊക്കെ കൂടി എടുത്ത് ഒരു കവറിലിട്ട് ബാഗിനൊപ്പം വെച്ചു. കോ ഡ്രൈവിംഗ് സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് തിരികെ ചെന്ന് നവമിയെ ഇരു കയ്യിലുമായി കോരിയെടുത്തു. താഴേക്കിറങ്ങി വന്നു. മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഒന്ന് പകച്ചെങ്കിലും മുഖത്ത് യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവളെ കൊണ്ടുവന്ന് കോ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി സീറ്റ് ബെൽറ്റും ഇട്ടുകൊടുത്തുകൊണ്ട് ഡോർ അടച്ചു വീണ്ടും വീടിനുള്ളിലേക്ക് കയറി വന്നു. ഞങ്ങൾ പോയിട്ട് വരാട്ടോ. അമ്മ, അച്ഛാ, എടാ അബി, ദീപ്തി, ഇറങ്ങുവാണേ. ഇനി കൊച്ചിനെ TC വാങ്ങാനേ ഇങ്ങോട്ട് വരുന്നുള്ളോ ജിത്തു നീ? എല്ലാവരോടും ഒന്ന് പറഞ്ഞിട്ട് ജിത്തു പുറത്തേക്ക് വന്ന് കാറിൽ കയറി. ജിത്തുവിനോട് പുറത്തേക്ക് ഇറങ്ങി വന്ന ആദിത്യൻ തിരക്കി. അപ്പോൾ വരാച്ച, ഇനിയിപ്പോൾ 1 മാസമല്ലേ ഉള്ളൂ. ഇതിനിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്നോളാം. അത് മതി. ജിത്തുമോനെ, നിന്റെ ദേഷ്യവും വാശിയൊന്നും കൊച്ചിനോട് കാണിക്കരുത്. പാവമാണത്. എപ്പോഴും നിന്റെ ശ്രദ്ധ വേണം. വീട്ടിലാക്കിയിട്ട് നീ പുറത്ത് പോകുമ്പോൾ ആയാലും കൂടെ കൊണ്ടുപോകുമ്പോൾ ആയാലും അവളെ പൊന്നുപോലെ നോക്കണം കേട്ടോ. ഓ കേട്ടു. ഈ പറയുന്നതൊക്കെ വെച്ച് നോക്കിയാൽ ഇവൾ അച്ഛൻ്റെ മോളും ഞാൻ മരുമകനാണെന്ന് തോന്നുമല്ലോ. പോടാ അവിടുന്ന്. എനിക്ക് നീ മോളും ഒരുപോലെയാണ്. പിന്നെ അതിനോട് ഇത്തിരി അറിവ് കൂടുതലുണ്ട്. കാരണം കുഞ്ഞു പ്രായത്തിൽ ഒറ്റപ്പെട്ടു പോയതാണ് ആ കുട്ടി. തൻ്റെ തൊട്ടടുത്ത് കിടന്ന് സുഖമായി ഉറങ്ങുന്ന പെണ്ണിനെ അറിവോടെ നോക്കി ജിത്തു. ഞാൻ നോക്കിക്കോളാം അച്ഛാ, പേടിക്കണ്ട. അമ്മയോട് പറയണം. നവമി കാരണം ജിത്തുവിനെ ഒന്നും സംഭവിക്കില്ലെന്നും. പോയി വരാം. അച്ഛനോട് ഒന്നുകൂടെ യാത്ര പറഞ്ഞ് ജിത്തു കാർ ഓടിച്ച് മുന്നോട്ട് പോയി. കൊള്ളാം, മോന് പറ്റിയ പണിയാണ് വീണ്ടും കിട്ടിയത്. ഒരിക്കൽ ഇതുപോലെ ഒരുത്തി ചുമന്നുകൊണ്ട് നടന്നതാണ്. അന്ന് അച്ഛനും അമ്മയും കുടുംബവും ഒന്നും വേണ്ടായിരുന്നു. അവൾക്ക് അവനെ മാത്രം മതിയായിരുന്നു. ഇപ്പതാ 3 ദിവസം ആയില്ല. അതിനു മുൻപ് അവനെയും കൊണ്ട് ഇവളും പോയി. ഇനി മറ്റവളെപ്പോലെ ആരുടെയെങ്കിലും കൂടെ ഇവളും പോകുമ്പോൾ ജിത്തു പഠിച്ചോളും. അന്ന് ഭ്രാന്ത് പിടിച്ച് നടന്നതെന്നും ആദ്യമായിട്ടും മറക്കരുത്. ജിത്ത് പോയ ഉടനെ വീട്ടിലേക്ക് കയറി വന്ന ആദിത്യനോട് പറഞ്ഞിട്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ച് മുറിക്കുള്ളിൽ കയറിപ്പോയി കാർത്തിക. അവർ പറഞ്ഞതിന് മറുപടി ഏതുമില്ലാതെ ആദിത്യൻ നിന്നും. അബി ഒന്നും മിണ്ടാതെ തിരികെ റൂമിൽ പോകുന്നത് കാണി പിന്നാലെ ദീപ്തിയും ചെന്നു. അബി എന്നെന്താ വയ്യേ? മുഖമൊക്കെ വല്ലാതെ ആയല്ലോ. അബിയുടെ വാടിയ മുഖം കാണി ദീപ്തിക്ക് ദേഷ്യം വന്നു. ആ ദേഷ്യത്തോടെ തന്നെ അവൾ ചോദിച്ചു. ഒന്നുമില്ല. ജിത്തുവേട്ടന് ആമി വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ ദീപു? അബി ദീപ്തിയോട് ചോദിച്ചു. എന്താ, നഷ്ടബോധം തോന്നുന്നുണ്ടോ? എങ്കിലത് വേണ്ട. ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിലേക്ക് ചാഞ്ഞു ദീപ്തി. എന്നാൽ ആ സമയമൊക്കെ അവൾ തനിക്കായി പറഞ്ഞുറപ്പിച്ചിട്ടും ഒരിക്കൽ പോലും ഇങ്ങോട്ടൊന്ന് സംസാരിക്കാൻ പോലും വരാത്ത, അല്ലെങ്കിൽ ഒരുമിച്ച്
ഒരു നേരം ഫുഡ് പോലും കഴിച്ചിട്ടില്ലാത്ത, ഒരുമിച്ച് യാത്ര ചെയ്തിട്ടില്ലാത്ത ആ നാളുകളെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത്. എന്നാൽ ജിത്തുവേട്ടനോട് അവൾക്ക് യാതൊരു അടുപ്പക്കുറവോ ബുദ്ധിമുട്ടോ ഇല്ല. അതെന്തുകൊണ്ടാകും? ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്ന് ഏട്ടനറിയാം. അതുകൊണ്ടാണോ എത്ര പെട്ടെന്നാണ് ഒരുമിച്ച് ഇത്രയും ദൂരം പോകാനും വഴക്കു പറഞ്ഞപ്പോൾ അനുസരിക്കാനുമൊക്കെ ആമയ്ക്ക് കഴിഞ്ഞത്? ഓരോരോ ചിന്തയിലാണ്ട് കിടന്ന് അബി എപ്പോഴും ഉറങ്ങിപ്പോയി. നവമി ഉറക്കം തെളിഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ 8 മണിയോട് അടുത്തിരുന്നു. അങ്ങനെ തന്നെ പൊതിച്ച് മൂടിക്കിടന്നിട്ടും അവൾ കാർ ഓടിക്കുന്ന ജിത്തുവിനെ നോക്കി ചിരിച്ചു. ഗുഡ് മോർണിംഗ് ജിത്തേട്ടാ. എനിക്കത്ര നല്ല മോർണിംഗ് അല്ല. നിന്നെ വിളിച്ച് തളർന്ന് തൊണ്ട പൊട്ടി അവിടെ കളഞ്ഞിട്ട് പോരാന്ന് കരുതിയതാ. എന്തൊരു ഉറക്കാണ് നവമി. ആരെങ്കിലും പൊക്കി എടുത്തുകൊണ്ട് പോയേ പോലും അറിയില്ലല്ലോ. നീ ദേ നിന്നെ മുകളിൽ നിന്നും പൊക്കി എടുത്തുകൊണ്ട് വന്ന് കാലിക്കെടുത്തിയതാണ്. ഇപ്പം നടുവേദനിക്കുന്നു. ജിത്തു പറഞ്ഞുകൊണ്ടിരിക്കെ പതിയെ നിവർന്നിന്ന് സീറ്റ് ശരിയാക്കി വെച്ച് ബെഡ്ഷീറ്റ് മാറ്റി പിന്നിലിട്ടു. നവമി വല്ലയമ്മയുടെ ജിത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ചിരിയോ സന്തോഷമോ ഒന്നുമില്ല, അസ്വസ്ഥതയാണ്. സങ്കടത്തോടെ നവമി മുഖം കുനിച്ചു. ഐ എം സോറി ജിത്തേട്ടാ, ഞാൻ ഉറങ്ങിപ്പോയി. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. എന്ത് ശ്രദ്ധിക്കാൻ? ജിത്ത് കൗതുകത്തോടെ അവളെ നോക്കി. പണ്ടത്തെ കുഞ്ഞിപ്പെണ്ണിൻ്റെ അതേ പിണക്ക സങ്കടമൊക്കെ തന്നെയാണ് ഇപ്പോഴും. യാതൊരു മാറ്റവും ഇല്ല അവൾക്ക്. നവമി കണ്ണ് തുടച്ചുകൊണ്ട് നവമി മോളി. കരയുവാണോടി? ഇല്ലെന്ന് മോളി അവൾ. നമ്മൾ വെളുപ്പിന് 4:30 ഇറങ്ങിയതാണ്. ഒരു ചായ പോലും ഇതുവരെയും കുടിച്ചിട്ടില്ല. തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കാം. നീ ഇന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് പതിയെ പോകാം. നമുക്ക് ഇനിയും 7-8 മണിക്കൂർ യാത്രയുണ്ട്. എന്ത് പറയുന്നു? ജിത്തുവും അമ്മയും നോക്കി ചോദിക്കെ അവൾ സമ്മതിച്ചു. രാത്രി 8 മണിയോട് അടുപ്പിച്ചാണ് ജിത്തുവും അമ്മയും അവൻ താമസിക്കുന്ന വീട്ടിലെത്തിയത്. ഒരു 2 നില വീടിൻ്റെ കാർ പോർച്ചിലേക്ക് അവൻ കാർ കയറ്റിയിട്ട് നാമയെ നോക്കി ചാഞ്ഞു കിടന്ന് ഉറങ്ങുവാണ്. എൻ്റെ കൊച്ചേ, നിനക്ക് ഏത് സമയത്ത് കിടന്നാലും ഉറക്കം വരുന്നുണ്ടല്ലോ. മനസ്സിൽ ഓർത്തോണ്ട് ജിത്തു ഡോർ തുറന്നിറങ്ങി. ഒന്ന് കൈയും കാലും ഒക്കെ കുടഞ്ഞു. നവമി, എടി നവമി, എഴുന്നേറ്റ്, നമ്മളെത്തി. ഇത്തിരിയും കൂടെ കിടന്നോട്ട് ജിത്തേട്ടാ. ഒന്ന് കണ്ണ് തുറന്നു പറഞ്ഞിട്ട് പിന്നെ വീണ്ടും കണ്ണുകൾ അടച്ചു. എടി, ഇനി ഞാൻ വിളിക്കില്ല, നിന്നെ കളഞ്ഞിട്ട് പോകും. അവളൊരു ഉറക്കം. പറഞ്ഞുകൊണ്ട് തന്നെ ജിത്തു ഡോർ വലിച്ചടച്ച ശബ്ദം കേട്ട് നവമി ചാടി പിരണ്ട് എഴുന്നേറ്റ് കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി. പിന്നെ വെട്ടിത്തിരിഞ്ഞ് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അപ്പം പേടിയുണ്ട് അല്ലേ? മര്യാദയ്ക്ക് വിളിച്ചപ്പോൾ അവൾക്ക് എഴുന്നേൽക്കാൻ വയ്യ. ദാ ആ ഫുഡിൻ്റെ പാക്കറ്റ് എടുക്ക്, ബാഗൊക്കെ ഞാൻ എടുത്തോളാം. ജിത്തു പറയുന്ന കേട്ട് പിൻസീറ്റിലിരുന്ന നവമിയുടെ കുഞ്ഞു ഭാഗം ഫുഡിൻ്റെ കവറും നവമി എടുത്തു. അപ്പോഴേക്കും കണ്ണും ചുണ്ടും കൂർപ്പിച്ച് വെച്ചിട്ടുണ്ട് പെണ്ണ്. വാ ജിത്തു. 2 ഭാഗം വലിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്ന ഇടയ്ക്ക് അവൻ തിരിഞ്ഞു നോക്കി. പിന്നിൽ അവളുണ്ടോ എന്ന്. ചുണ്ടിനുള്ളിൽ വെച്ച് എന്തോ പറയുന്നുണ്ട്. മിക്കവാറും എന്നെ വഴക്കു പറയുന്നതാകും. ജിത്തു ഒരു ചിരിയോടെ ഓർത്തു. എന്താടി പല്ലിനിടയിൽ വെച്ച് മുറുമുന്നേ? പലതും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, കേട്ടല്ലോ. വാതിൽ തുറക്കുന്ന സമയത്ത് ജിത്തു നവമിയെ നോക്കി ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞു. ഞാനതിനെ ജിത്തേട്ടന് അല്ലല്ലോ പറഞ്ഞത്. പിന്നെ ആരെടി നീ പറഞ്ഞത്? ഇവിടെ ഇപ്പോൾ ഞാനും നീയല്ലേ ഉള്ളൂ. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് ജിത്തു പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും പറയാതെ നവമി അവൻ്റെ പിന്നാലെ വീടിനുള്ളിൽ കയറി. അവനെങ്ങാനും തന്നെ പുറത്ത് നിർത്തുമോ എവിടെയെങ്കിലും കൊണ്ട് കളയുമോ എന്നൊക്കെ ഒരു പേടി തോന്നി അവൾക്കും. നവമി, നിനക്ക് പ്രത്യേകം ബെഡ്റൂം വേണമെങ്കിൽ ദാ ആ റൂമിൽ വയ്ക്കോ. നിന്റെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചോ. ജിത്തേട്ടാ, സാധനങ്ങളൊക്കെ അവിടെ വെച്ചോളാം. പക്ഷെ രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് പേടിയാണ്. നവമി ചുണ്ട് പുലർത്തി അവനെ നോക്കി പറഞ്ഞു. അപ്പോൾ നീ തറവാട്ടിൽ നിന്റെ റൂമിൽ നീ ഒറ്റയ്ക്കല്ലേ കിടക്കുന്നത്? അതെൻ്റെ റൂമല്ലേ, അവിടെ എനിക്ക് പേടിയില്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, ഒക്കെ ഇവിടെ വെക്ക്. നമ്മുടെ 2 ആളെ സാധനങ്ങളൊക്കെ വെക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. ഗൗരി വരുമ്പോൾ ആ റൂം അവൾക്ക് കൊടുക്കാം. എന്താ, അതുപോലെ? അത് മതി ജിത്തേട്ടാ. ജിത്തു ചോദിച്ചത് നവമി സമ്മതിച്ചു. അതെല്ലാം മടക്കി ഒതുക്കി വെക്കണം, ഒന്നും വലിച്ചു വാരി ഇടരുത് കേട്ടോ. ജിത്തു നവമിയുടെ കാര്യമായി പറഞ്ഞു കൊടുത്തു. ഞാനെല്ലാം ഒതുക്കി വെക്കാം. അവൻ പറഞ്ഞതൊക്കെ സമ്മതിച്ചു കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അലമാരിയിൽ ഒതുക്കി വെച്ചു. ബോക്സൊക്കെ തൽക്കാലം ബാഗിൽ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്ഥലം ഞാൻ സെറ്റ് ചെയ്തു തരാം. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റാം, കേട്ടോ നവമി. ബാഗ് അതേപടി എടുത്ത് കബോർഡിൻ്റെ മുകളിലെ തട്ടിൽ വെച്ച് ജിത്തു പറഞ്ഞു. ചെന്ന് കുളിച്ചിട്ട് വാ നവമി. ഇനി എന്താ നോക്കി നിൽക്കുന്നത്? ജിത്തു പറഞ്ഞതും തൻ്റെ കുഞ്ഞു ബാഗിൽ നിന്നും സോപ്പും പേസ്റ്റും ബ്രഷും ഷാമ്പു ബോഡി ലോഷൻ അങ്ങനെ കുറേയേറെ സാധനങ്ങളും മാറാനുള്ള ഡ്രസ്സും എടുത്ത് അവൾ ബാത്റൂമിനുള്ളിൽ കയറി. ജിത്തു അപ്പുറത്തെ റൂമിലെ ഫ്രഷ് ആവാൻ പോയി. ഈ പെണ്ണ് എന്ത് ചെയ്യുകയാണോ? എത്ര നേരെയായി കുളിക്കാൻ കയറിയിട്ട്? മനസ്സിൽ ഓർത്തുകൊണ്ട് ജിത്തു ചെന്ന് ബാത്റൂമിൻ്റെ ഡോറിൽ തട്ടി. ദാ വരുക ജിത്തേട്ടാ, കഴിഞ്ഞു. മൂളിക്കൊണ്ട് ജിത്തു ചെന്ന് ഫുഡ് എടുത്ത് വെച്ചു. വെള്ളവും വാങ്ങിയിരുന്നത് കൊണ്ട് അതും എടുത്തു വെച്ചപ്പോഴാണ് നവമി ഇറങ്ങി വന്നത്. ഒരു മതിപ്പിക്കുന്ന മണം അവിടെ മാകെ പടർന്നു. ജിത്തു അവളിൽ നിന്ന് നോക്കി നിൽക്കാതെ വന്നിരുന്ന് കഴിക്കും. നവമി, നീ ഇന്ന് മുഴുവനും സുഖമായിട്ട് ഉറങ്ങിയാലോ? ഞാനേ ഇന്ന് വെളുപ്പിന് തുടങ്ങിയ ഡ്രൈവിംഗ് ആണ്. നടു വേദനിക്കുന്നുണ്ട്. എനിക്ക് കഴിച്ചിട്ടല്ലേ കിടക്കാൻ പറ്റൂ.
അവളോട് പറഞ്ഞിട്ട് ജിത്തു കഴിക്കാൻ തുടങ്ങി. നവമിയും പെട്ടെന്ന് വന്ന് ഇരുന്ന് കഴിച്ചു. എഴുന്നേറ്റ് വേസ്റ്റൊക്കെ മാറ്റി വെച്ച് മിച്ചമുണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ വെച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ജിത്തു കിടക്കാൻ വരുമ്പോൾ ജനലിലൂടെ പുറത്തെ തിരക്കിലേക്ക് നോക്കി നവമി നിൽപ്പുണ്ടായിരുന്നു. നീ കിടക്കുന്നില്ലേ നവമി? എന്തിനാ ഇവിടെ ഒന്ന് നിൽക്കുന്നത്? ചിലപ്പോൾ മഴ പെയ്തേക്കും, ജനലടച്ച് കുറ്റിയിട്ടേ. അവളോട് പറഞ്ഞിട്ട് ജിത്തു ബാത്റൂമിൽ പോയി തിരികെ വരുമ്പോൾ ബെഡിൻ്റെ ഓരം ചേർന്ന് കിടപ്പുണ്ട്. അവനും ലൈറ്റ് ഓഫ് ചെയ്ത് അവൾക്കരികിൽ കിടന്നു. ജിത്തേട്ടാ, ഒന്ന് ഉറങ്ങി വന്നതും നവമിയുടെ അടക്കി പിടിച്ച് വിളിക്കിട്ട് ജിത്തു ഉണർന്നു. നിനക്ക് എന്താ നവമി, ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? മിണ്ടാതെ കിടന്ന് ഉറങ്ങടി, ഇല്ലെങ്കിൽ ചെവിയിൽ തൂക്കിയെടുത്ത് വെളിയിൽ കളയും ഞാൻ. ജിത്തു ദേഷ്യത്തിൽ പറഞ്ഞതോടെ നവമി കണ്ണുകൾ മുറുക്കി അടിച്ച് പുതച്ച് മൂടി കിടന്ന് കളഞ്ഞു. നവമി, നവമി, എടി എഴുന്നേൽക്കതാ, ഈ കാപ്പി കുടിച്ചേ. ജിത്തു നവമിയുടെ അടുത്തിരുന്ന് അവളെ പതി വിളിച്ചുണർത്തി. എന്താ ജിത്തേട്ടാ? അടഞ്ഞുപോയ ശബ്ദത്തിൽ അവൾ ചോദിച്ചു. എഴുന്നേൽക്ക്, നിനക്ക് ചെറിയ പനിയുണ്ട്. ഇപ്പോൾ ഈ പനിക്കാപ്പി കുടിക്ക്. കുറച്ച് കഴിഞ്ഞ് കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അവൾ താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തി ജിത്തു വാടിയ പൂവ് പോലെ അവൻ നെഞ്ചിൽ ചാഞ്ഞു കിടന്നു. അവൾ കുടിക്ക്. ജിത്തു കപ്പ അവൾ ചുണ്ടോട് മുട്ടിച്ചു കൊടുത്തു. കൊള്ളൂല്ല ജിത്തേട്ടാ, എരിവുണ്ട്, എനിക്ക് വേണ്ട. അവൾ സങ്കടത്തോടെ അവനെ നോക്കി. വേണം, മര്യാദയ്ക്ക് കുടിക്കടി. ഇത് കുടിച്ച് അസുഖം കുറഞ്ഞാൽ ആശുപത്രിയിൽ പോകണ്ട, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുപ്പിക്കും. അപ്പോൾ ഏതാ നല്ലത്, കാപ്പിയാണോ അതോ? ജിത്തു നാമയെ നോക്കി ചോദിക്കെ അവന് തുറച്ചു നോക്കി. പിന്നെ അവൻ്റെ നെഞ്ചിൽ നിന്ന് മാറിയിരുന്ന് ആ കാപ്പി കുടിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ എരിവ് വലിക്കുന്നു, മൂക്ക് വലിച്ചു വിടുന്നു. ജിത്തുവിനാകെ കാട്ടിക്കൂട്ടൽ കണ്ട് ചിരി വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഗൗരവത്തോടെ അവൾ നോക്കിയിരുന്നു. വെളുപ്പിന് നല്ല ചൂടുണ്ടായിരുന്നു പെണ്ണിന്. ഇപ്പം ജലദോഷവുമായി. രാത്രി വെള്ളം മാറി കുളിച്ചതും കഴിഞ്ഞ ദിവസം തറവാട്ടിൽ പോയപ്പോഴുള്ള ഐസ്ക്രീം കഴിപ്പുമാണെന്ന് തോന്നും പണി കൊടുത്തത്. മുഴുവനും കുടിച്ചോ? ചുവന്ന് തോർത്തിരിക്കുന്ന ആ മുഖത്ത് നോക്കി ചോദിച്ചുകൊണ്ട് കപ്പ് കയ്യിൽ വാങ്ങി ജിത്തു. നമ്മി അതേപടി ബെഡിലേക്ക് ചായുകയും ചെയ്തു.